ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഏത് അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തുമാത്രമുണ്ട് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മേച്ചാവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ചിന്താഗതിയാണ്. അവർക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും, ഇനിയിപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിലും ശരി, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോൾ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് കാണാം 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് അവർക്കിനി അവരുടെ ചുറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളില്ല എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും അല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ആ വ്യക്തി കാത്തിരിക്കുകയാണ് കേട്ടോ. അവരുടെ മനസ്സിൽ ആ ഒരു സന്തോഷം തിരിച്ചിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ വേണം. അപ്പം അത്രത്തോളം അവർക്കിനി എന്തൊക്കെ അവരുടെ സിറ്റുവേഷൻ, അവർക്കിനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അവിടെ നിങ്ങൾ വേണം. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർ ഒരുപാട് സന്തോഷിക്കുന്നത്, ഒരുപാട് അവരുടെ മനസ്സിൽ സന്തോഷം, ആ ഒരു എല്ലാം ഉൾക്കൊള്ളുന്നത്, അവരായിട്ട് തീരുന്നത് അത് നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിനായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. ആ ഒരു സന്തോഷം തിരികെ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ വേണം. ഇവിടെ കണ്ടോ, ഒരു 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ ആ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ കാരണമായിരിക്കാം നിങ്ങൾ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതിൽ ആ വ്യക്തി ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് എടുത്ത കണക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഒരുപാട് മനസ്സിൽ വിചാരിച്ച അത്രയും
അത്രത്തോളം ഏറെ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു കണക്ഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ദുഃഖിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് ആ നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ. ഇതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും അവരുടെ സിറ്റുവേഷനൊക്കെ മാറ്റിവെച്ച് ഇനി എന്തൊക്കെ സിറ്റുവേഷൻ അവർക്ക് ഭയപ്പെടുത്തുന്ന പല സിറ്റുവേഷനുണ്ട്, അവർ തരണം ചെയ്യേണ്ട ഒരുപാട് പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ അവരുടെ ചിന്താഗതി തന്നെ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, ആ വരേണ്ട ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതിൻ്റെ ഇടയിൽ അവർക്ക് മനസ്സിൽ ഭയമുണ്ട്, ചില സിറ്റുവേഷനിൽ അവർ ഭയക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരേണ്ട ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതിനായിട്ട് എന്ത് കഷ്ടപ്പാടും ഇനി സഹിക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ സഹിക്കാനാണ് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം. ഇതിപ്പോൾ ഈ കാർഡ് കാണിക്കാൻ പാടില്ല, കാരണം നമുക്ക് കിട്ടിയ ലവേഴ്സ് കാർഡാണ്. അത്രത്തോളം സ്നേഹമാണ് നിങ്ങളടുത്ത്. ആ ഒരു റിയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു, ഒരു മാരേജ് റിയൂണിയൻ, അതൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ജനറലാണ്, ഒരുപാട് പേരുടെ എനർജീസ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് പെട്ടെന്ന് എല്ലാം മറന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അത്രത്തോളം ഫീലിങ്സാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത്, അത്രത്തോളം ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് എന്നതാണ് ഇവിടെ. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് എന്നതാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ട് ഈ സമയത്ത്. അവർക്ക് വല്ലാതെ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അവർ രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും ശരി, അത് നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അവരുടെ സിറ്റുവേഷനിലുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ അവർ അതൊക്കെ മാറ്റി വെച്ചിട്ടെങ്കിലും ശരി നിങ്ങളെ സ്വന്തമാക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ ഇനി നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരിക്കും, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അവിടെ ഇതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല എന്നുള്ള ഒരു കാര്യം ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ അവർ ആഗ്രഹിച്ചാലും അതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല. എന്തൊക്കെ നേടണമെന്ന് വിചാരിച്ചാലും അതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടാലും ശരി, ഇനി ഫാമിലി എതിർത്താലും ശരി, ഇനി വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ അവരെ തടസ്സം ഉണ്ടെങ്കിലും ശരി, അതൊക്കെ മാറ്റി വെച്ച് ശരിക്കും നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങളെ നേടാൻ ഏതറ്റം വരെ പോകാനും റെഡിയായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുള്ളത്. കാരണം അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, കാരണം ഇത്രത്തോളം വേദനാജനകമായ സിറ്റുവേഷൻ അവർ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ആ ഒരു സപ്രഷൻ എന്ന് പറയുന്നത് അവരെ മൊത്തത്തിൽ ഇങ്ങനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ഒരു തകിടം മറിച്ച ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. കാരണം അവരുടെ സിറ്റുവേഷനിലൊന്നും അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. കാരണം ഒരു തരത്തിലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വ്യക്തിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എഫേർട്ട് എടുക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം ഇവിടെ കാണാം ഒരു ടെമ്പറൻസ് കാർഡാണ്. അതായത് ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ആ ഒരു ഉറച്ച നിലപാടിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. കാരണം നിങ്ങൾക്ക് വേണ്ട ആ ഒരു പരിഗണന, സ്നേഹം ഒക്കെ തിരിച്ചു തരണം. അതുമാത്രമല്ല നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകണം. കാരണം ഇവിടെ തടസ്സങ്ങളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഒരു സ്നേഹവും പരിഗണന തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് ഇരട്ടി തരാനാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഫാമിലി ചിലപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ ഒരുപാട് പ്രപ്പോസലൊക്കെ വരുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അത്രത്തോളം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അഡീഷനും കാര്യങ്ങളൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും ചില സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ കൺട്രോൾ ഉണ്ടാവാം ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ വ്യക്തിക്ക്.
മറ്റുള്ളവരുടെ കൺട്രോളിങ്ങും ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഒത്തിരിയേറെ ഫ്രണ്ട്സ് ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി, അപ്പോൾ അവർ മുമ്പ് നിങ്ങളെ ഈ ഒരു സെപ്പറേഷൻ വരുന്നതിന് മുമ്പൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. കാരണം അവരുടേതായ ഒരു രീതിയിലൊക്കെ സഞ്ചരിച്ച വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എല്ലാം മറന്ന് ഇപ്പോൾ അവർ നോക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രയും പെട്ടെന്ന് അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് സമയത്തും അവരിപ്പോൾ നിങ്ങളെയാണ്, നിങ്ങളുടെ ആ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെയാണ്. കാരണം നിങ്ങളുടെ മെസ്സേജ് വന്നു, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ശരി നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം ആൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജ്, നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാതൊന്നും നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കരുത്. അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോൾ വന്നോ, മെസ്സേജ് വന്നോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചില സാഹചര്യം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും ശരി ആളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ചിലപ്പോൾ ആളുടെ ഈഗോ ചില സാഹചര്യത്തിൽ ഇങ്ങോട്ട് ഒന്നും നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല, എങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയക്കുന്നോ എന്നുള്ള രീതിയിൽ ആൾ നോക്കിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വരണം. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സിറ്റുവേഷൻ ഒരുപോലെ ഇനി ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ കരിയർ സംബന്ധമായ പല ഇതുണ്ടാവാം. കാരണം കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി പോകുന്നത്. പക്ഷേ ഇവിടെ ഇവർക്കിപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കളിയും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ കുത്തി നോവിച്ചൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാറി നിന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിന്ന് പോയ ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ഫീലിങ്സിനും അവരുടെ കാര്യത്തിനായിരിക്കാം കൂടുതൽ നിങ്ങളെക്കാളേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവുക, അതിനെക്കുറിച്ച് ഒരുപാട് വഴക്കുകൾ നടന്ന ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വേദന നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുമായിട്ട് നിങ്ങൾ കുറേ നാൾ ഈ വ്യക്തിയുമായിട്ട് വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അതുമായിട്ട് നിങ്ങൾ കുറച്ച് നാൾ മാറി നിന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പിണങ്ങി നിന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാത്തതുകൊണ്ട് തന്നെ ആൾ നിങ്ങളുടെ മെസ്സേജ് വന്നോ, കോൾ വന്നോ, നിങ്ങളെ പല രീതിയിലും ആൾ ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. ആൾക്ക് നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. ശരിക്കും നമുക്ക് കാണാം കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈഗോ ഉള്ള വ്യക്തിയാണ്. ഈഗോ ആണ് ഇത്രയും നാൾ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അവരുടെ ഈഗോ. കാരണം തെറ്റ് ചെയ്തത് അവരാണ്, പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ സമ്മതിക്കാൻ ഈ വ്യക്തിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ കൂടുതൽ താഴ്ന്നു പോകുമെന്നുള്ള ചിന്താഗതിയിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി വെച്ച്, കാരണം ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് തവണ ആളുടെ ഈഗോ ഉണ്ടായിട്ട് പോലും ആൾ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആൾ കാത്തിരുന്നു. പക്ഷെ വരുന്നില്ല എന്ന് കാണുമ്പോൾ ആൾ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പുറപ്പാടിലാണ് ആൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം ഒത്തിരിയേറെ ഇപ്പോൾ സ്ട്രെങ്ത്താണ് അവർക്കിപ്പോൾ. പഴയ ആളല്ല ഇപ്പോൾ. ഒരുപാട് എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനും അപ്പോൾ നിങ്ങളെ നേടാനായിട്ട് ആൾ ഏത് അറ്റം വരെ പോകാനും ആൾ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളില്ലാതെ പറ്റില്ല. ആൾക്ക് അത്രത്തോളം നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് ഈ ഒരു സമയത്ത്. കാരണം ആൾ ഇതുവരെ എല്ലാം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു മാറ്റമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഒരുപാട് മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ ആൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പോൾ ഏതിനും ആൾക്കൊരു തൻ്റെ ഇടം, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം ഒക്കെ വന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യത്തിൽ. കാരണം ആളുടെ കരിയറിലൊക്കെ ആൾ നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. കാരണം നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും തയ്യാറായിട്ടാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അതുപോലെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളെ തന്നെയാണ് ചിന്തിക്കുന്നത്. എത്രയൊക്കെ ഇനി കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന, ആളുടെ സിറ്റുവേഷൻ ഫോക്കസ് കൊടുക്കുന്ന സമയത്തും ആളുടെ മനസ്സ് നിങ്ങളുടെ അടുത്താണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
എത്രയും പെട്ടെന്ന് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട് അവസാനം. അതായത് ഇനി എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടുന്ന അവസ്ഥയാണ് നിങ്ങളുള്ളതെങ്കിൽ, പല വെല്ലുവിളികളും പല തടസ്സങ്ങളും അതൊക്കെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ. നമുക്ക് നോക്കാം. അശ്വതി, മൂലം, 11/11 നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൂണിയനൊക്കെ സമയമായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അതിനുള്ള സമയം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടിച്ചേരാൻ പോകുന്നു എന്നതിനുള്ള സൈനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ലെറ്റർ എൽ ആണ്. ഡിസംബർ മാസം, പുണർത്തം നക്ഷത്രം. ലെറ്റർ എൻ ആണ്. ഉത്രാടം, ഓഗസ്റ്റ് മാസം. ലെറ്റർ സെഡ് ആണ്. ലെറ്റർ സി ആണ്. ലെറ്റർ പി, പിങ്ക് കളർ, ലോയർ ആയിരിക്കാം. ഭരണി നക്ഷത്രം. മിറാക്കിൾസ്, വൈ, ലെറ്റർ വൈ ആണ്. ലെറ്റർ ഡി ആണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ലെറ്റർ ഒ ആണ്. ലെറ്റർ ഒ, സെപ്റ്റംബർ മാസം. ജനുവരി, ഡബ്ല്യു, ലെറ്റർ ഡബ്ല്യു. കാസർഗോഡ്, ചിത്തിര, എബ്രോഡ്. പൂരം നക്ഷത്രം. പാലക്കാട്, യെല്ലോ കളർ. പത്തനംതിട്ട. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഡ്രൈവർ. രോഹിണി നക്ഷത്രം. ചതയം, വൈറ്റ് കളർ. ലെറ്റർ എം ആണ്. 12. ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.